ഇല്ല ഇതില് കുമ്പളങ്ങ എവിടെ? കുമ്പളങ്ങ ഇല്ല, മത്തങ്ങ. ഞാൻ നിങ്ങളോട് ഈ മത്തങ്ങ മേടിക്കാൻ പറഞ്ഞോ? പിന്നെ നീ എന്തോ പറഞ്ഞത്? കുമ്പളങ്ങ. എടി നീ പറഞ്ഞത് മത്തങ്ങ മേടിക്കാനാ. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. മോര് കറി മത്തങ്ങ ഇട്ടിട്ട് ആരെങ്കിലും വെക്കുവോ? കുമ്പളങ്ങ ഇട്ടിട്ടല്ലേ വെക്കുവാ? ഒരൊറ്റ ഇടിവിച്ചരും കേട്ടോ. നീ എന്നോട് എന്തോ പറഞ്ഞത്? എലിശ്ശേരി ഉണ്ടാക്കാൻ മത്തങ്ങ വേണമെന്നല്ലേ പറഞ്ഞേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമായിരുന്നു. ഛർദിച്ച് കേട്ടത് കൊണ്ട് തന്നെയാ മത്തങ്ങ മേടിച്ചോണ്ട് വന്നത്. അതെങ്ങനെയാ പറയുന്നത്? എന്താന്ന് വല്ല ഓർമ്മയുണ്ടോ? ആവശ്യത്തിൽ കൂടുതൽ പച്ചക്കറി മേടിച്ചിട്ടുണ്ട്. ഇനി ഇല്ല, തികഞ്ഞില്ല എന്നൊന്നും പറയരുത്. വിട്ടേക്കമ്മ. ഈ കുമ്പളങ്ങയിലും മത്തങ്ങയിലും ഒരു ഉണ്ടല്ലോ, അച്ഛന് മാറിപ്പോയതായിരിക്കും. വയസ്സായില്ലേ? അച്ഛന് മാറിപ്പോയിട്ടൊന്നും ഇല്ല. നിന്റെ അമ്മയ്ക്കാ മാറിപ്പോയത്. എന്നാ അമ്മയ്ക്കാ മാറിപ്പോയത്. നീ അത് എടുത്തു പറയേണ്ട കാര്യമൊന്നും ഇല്ലടാവേ. അമ്മയ്ക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞ. ഞാൻ വീട്ടിലെ ഓരോ സാധനങ്ങൾ മേടിക്കാൻ പറയുമ്പോൾ 100 വട്ടം പറഞ്ഞിട്ട് വേണം നിങ്ങളെ പുറകെ നടക്കാൻ, അല്ലേ? നടക്കുന്നില്ലേ? എന്താ അത് മേടിച്ചു കൊണ്ടിരുന്നോ? ചേനാന്ന് പറയുമ്പോൾ ആന മേടിച്ചോണ്ടിരും. എന്താ അച്ഛ, 4 പിള്ളേരുടെ തന്നെയല്ലേ അച്ഛൻ? ഇച്ചിരി ഉത്തരവാദിത്തം. ഞാൻ ഉത്തരവാദിത്തം കാണിക്കട്ടെടാ. വേണ്ട, ഞാൻ പോയി. എന്തോ അടി ഇത്? ആ നരുത്തിനെ കൊണ്ടുവരെ എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് നീ പറയിച്ചു. ഞാൻ പറയാണ്ട് തന്നെ പിള്ളേർക്ക് അറിയാം എനിക്കറിയാം ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത്. നീ അവരെ പറഞ്ഞ് വഴിതെറ്റിക്കുന്നത്, അതുകൊണ്ട് അവരെങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെ നിങ്ങൾ പിള്ളേർക്ക് വേണ്ടിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ പിള്ളേർക്ക് വേണ്ടിട്ട് എന്താ ചെയ്യാത്തത്? ഞാനല്ലേ കുടുംബശ്രീയിലെ ചിട്ടിയും പട്ടിയെല്ലാം ഇട്ടിട്ട് നോക്കുന്നത് പിള്ളേരെ. നിങ്ങളാ ചെയ്യുന്നത്? എന്തായാലും ഒരു നിസാര കുമ്പളങ്ങയുടെ പേരിലേ നീ ആ കൊച്ചിനെ കൊണ്ട് എനിക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയിച്ചത് ഒട്ടും ശരിയായില്ല. കാണിച്ചു തരാടി നിന്നെ കേട്ടാ. ഒരു മോനും ഒരു മരുമോളും, അവർക്ക് 4 മക്കളും. ഒന്നിനും കൊള്ളാത്ത ഒരു മോളും ഉണ്ട് എനിക്ക്. എന്ത് പ്രയോജനം? ഇത്തിരി കാലയിൽ ഇത്തിരി കുഴമ്പിട്ട് തരാൻ ഒരൊറ്റ എണ്ണം ഇവിടെ ഇല്ല. എന്റെ തലവിധി എന്നല്ലാണ്ട് എന്താ പറയുക. നിന്റെ കാര്യം ഞാൻ പോർത്തേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ വന്നതമ്മ. അമ്മയ്ക്ക് കുഴമ്പിടണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ഇട്ടില്ലേ? ഓ, ഇനി നിന്നോട് പറഞ്ഞിട്ട് വേണം നിന്റെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കാൻ. ഞാൻ ഇട്ടരാമ്മ. എനിക്ക് നന്നായിട്ട് കുഴമ്പിടാ അറിയാ. എന്ത് താനത്? നാറ്റത് കുഴമ്പാ നേട് പിടി. അതേ, ഈ കുഴമ്പിടണമെന്നുണ്ടെങ്കിലേ ഒരു നാക്കൊക്കെ വേണം. ഒന്നുമില്ല നിനക്ക് ആ നാക്കില്ലടി. കണ്ടാ ഇങ്ങനെ വലിച്ച് വലിച്ച് പിടിക്കണം. ഇതിനൊക്കെ ഓരോ ഞരമ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചു വിടണം. കണ്ടാ നല്ല സുഖല്ലേ? തിരുമ്പ അതമ്മ. അമ്മ ഗോവ എന്ന് കേട്ടിട്ടുണ്ടാ? ഗോവ ഞാൻ കേട്ടിട്ടുണ്ട്. ഗോവയിൽ പോയിണ്ടാ? ഞാനെങ്ങും പോയിട്ടില്ല. ഇല്ല, അമ്മ പോയിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാനേ ഗോവയിലെ ടൂറിസം നമ്മുടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ അതെങ്ങനെ വർക്കാവും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ട്. അതെങ്ങനെ ഇവിടെ ബിസിനസ് നടപ്പിലാക്കും എന്നൊരു ഐഡിയ എനിക്കുണ്ട്. അത് നല്ല കാര്യമാണല്ലോ. ആണല്ലോ. അങ്ങനെയാണെങ്കിലേ ഇത് പഠിക്കാനായിട്ട് നമുക്ക് ഗോവയിൽ പോകണം. എടി, എന്നാ ഒരു കാര്യം, നിന്റെ ആങ്ങളെ കൂടെ അതിനകത്ത് ചേർത്തു. അവനാണെങ്കിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ ഇരിക്കുക. അവനൊന്ന് പച്ച പിടിച്ചോളും. ചേട്ടനൊന്നും ചേർത്ത ശരിയാവില്ല. പക്ഷെ അമ്മ എന്റെ പാർട്ട്ണർ ആവണം. ഓ, ഈ വയസ്സാം കാലത്ത് പാർട്ട്ണറൊന്നും അവനിക്ക് പറ്റില്ല. അമ്മയ്ക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. അമ്മ സുന്ദരിയല്ലേ ഇപ്പോഴും? ആണോ? അങ്ങനെയാണെങ്കിൽ ഗോവയിൽ നമ്മൾ പോണമല്ലോ. ഞാൻ പോണം. അത് പോയി പഠിക്കണമല്ലേ? പഠിക്കണം. പക്ഷെ പോണെങ്കിൽ ഈ ബിസിനസിന്റെ ആദ്യ ഗഡു ഇറക്കണം. മനസ്സിലായില്ലടി. അല്ല, അമ്മ എന്റെ പാർട്ട്ണറാണല്ലോ. അപ്പൊ ഗോവയിൽ ഞാൻ പോണതിന്റെ ബിസിനസ് ആണല്ലോ. അതിനൊരു ഗഡു വേണം ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. വേണോ ഗോവയ്ക്ക് പോണെങ്കിൽ? ലഡു അല്ല, ഗഡു. ഗഡു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്ന രീതി വല്ലതും പറ. അമ്മ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വേണം. നമ്മളൊരു ബിസിനസ്സിലിട്ട് പൈസ ഇറക്കുമ്പോ നമുക്ക് ആദ്യം ഒരു വേണമല്ലോ. അത് പൈസ ഇറക്കാനല്ലേ നടന്നത് തന്നെ. പൈസയൊന്നും ഞാൻ തരില്ല. എടി, നീ ഒരു കാര്യം ചെയ്യ്. ആ യൂട്യൂബിനകത്ത് ഒരുപാട് ഈ ഗോവയുടെ പരസ്യമോ അതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടങ്ങോട്ട് ചെയ്യ് പെണ്ണേ. അതല്ലേ വേണ്ടത്.
വെറുതെ അല്ല തടിയൊന്നത് കാലിന്. ഈ സ്വത്ത് കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ, ആർക്കും കൊടുക്കരുത്. മേലോട്ട് പോകുമ്പോ അങ്ങോട്ട് കൊണ്ടുപോക്കോ. ആ മേലോട്ട് പോകുമ്പോ ഞാനങ്ങ് കൊണ്ടുപോക്കോളാം. ഞാനൊരു ബിസിനസ് ഐഡിയ കൊണ്ടല്ല വന്നത്, അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാ. ഓ നിന്റെ വരവിന്റെ ഉദ്ദേശം അതായിരുന്നല്ലേ? അമ്മയൊന്നും ഒന്ന് ആലോചിക്കേ. ഇതിങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വനിതാ സംരംഭകയായിരിക്കും ഞാൻ. നീ സംരംഭണ്ട കേട്ടോ. സംരംഭക. ആ എന്താണേലും ഞാൻ പൈസ തന്നിട്ട് നീ സംരംഭിക്കണ്ട. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ചേട്ടനെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ചേട്ടൻ എന്തെങ്കിലും പൈസ അടിച്ചു മാറ്റി ഞാൻ അങ്ങനെ ചെയ്യില്ലമ്മ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ ചേട്ടനെ ചെയ്യില്ല, പുഷ്പേനെ ചേർക്കടി. ഈ വീടൊന്നും രക്ഷപ്പെടത്തെ. പുഷ്പേനെ ആ ഇപ്പൊ ലോകം കാണാത്ത പുഷ്പേനെ. ഞാൻ പറഞ്ഞ ഐഡിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിസിനസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. കോടികൾ നമ്മ കൈ കെട്ടാൻ കോടികൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരും പൈസ. കോടികൾ കിട്ടാൻ ഞാൻ ഇവിടുന്ന് കോടി അങ്ങോട്ട് ഇറക്കണമെന്നോ? എനിക്ക് എന്റെ തലയ്ക്ക് വട്ടുണ്ടോ? ഒന്ന് പേടി വേണേ. ഞാൻ പോവാ. ആ നീ പോ. അമ്മ കൂടെ ആലോചിക്കട്ടാ. ആ ഞാൻ ആലോചിക്കുന്നല്ലോ ഒന്നുമില്ല. നീ നിന്റെ കാര്യം നോക്കിട്ട് വേണേ. നിങ്ങൾ പാട്ടറാകാൻ വന്നിരിക്കുന്നു എന്നെ പാട്ടറാക്കാൻ. നിങ്ങൾ ശബ്ദം പിടിച്ചോണ്ടിരുന്നോ? ആർക്കും ഉപകാരം ഉണ്ടാവരുത്. ആ ഉണ്ടാവില്ല. ഓ എന്തിനാണോ ഞാൻ ഇവിടെ ജനിച്ചത്? വേറെ എവിടെയെങ്കിലും പോയി ജനിച്ചാൽ മതിയായിരുന്നു. നീ എന്റെ വായിരിക്കുന്ന മുഴുവൻ കേട്ടോണ്ടേ പോവുള്ളോ? സരിത നിന്നോട് ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്. ആ പോവാണ്. ആ വാ. കുഴമ്പിടാന്ന് പറഞ്ഞോട്ടെ എന്നെ സോപ്പിടാൻ വന്നിരിക്കുന്നു പൈസ മേടിക്കാൻ.